രാജ്യത്ത് ഹിജാബ് വിവാദം കത്തുന്നു. ഇത് ഞങ്ങളുടെ മതമാണ്, ഞങ്ങൾ തീരുമാനിക്കും. ഹിജാബ് പരാമർശത്തിൽ കോടതിക്കെതിരെ AIMIM അധ്യക്ഷൻ അസറുദ്ദീൻ ഒവൈസി രംഗത്ത്. മതാചാരങ്ങളിൽ വിധി പറയാൻ ജഡ്ജിമാർ ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വിവാദമായി തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒവൈസിയുടെ പരാമർശം ഇപ്പോൾ മറ്റൊരു കോളിളക്കമാണ് സൃഷ്ടിക്കുന്നത്. സ്കൂൾ യൂണിഫോമിനൊപ്പം തന്നെ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്ന വിദ്യാർത്ഥിയുടെ ഹർജി തള്ളിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി AIMIM അധ്യക്ഷനും ഹൈദരാബാദ് MPയുമായ അസറുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നിരിക്കുന്നത്. ശിരോവസ്ത്രം ഇസ്ലാമിൽ നിർബന്ധിത മതാചാരമല്ല എന്ന കോടതിയുടെ നിരീക്ഷണത്തെയാണ് ഒവൈസി ശക്തമായി തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിൽ ഏത് ആചാരമാണ് അനിവാര്യമെന്നും ഏതാണ് അല്ലാത്തതെന്നും തീരുമാനിക്കേണ്ടത് ജഡ്ജിമാരല്ല എന്നും ഇത് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള ഇടപെടലാണ് എന്നതാണ് ഒവൈസിയുടെ ആരോപണം. ഇത് ഞങ്ങളുടെ മതമാണ്, ഇതിൽ എന്താണ് ആവശ്യമെന്ന് ഞങ്ങൾ മാത്രം തീരുമാനിക്കും, അത് തീരുമാനിക്കാൻ ജഡ്ജിമാർ ആരാണ് എന്നതായിരുന്നു ചോദ്യം. കോടതിയുടെ പരാമർശം ഇസ്ലാമിനെതിരായ ആക്രമണമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിഷയത്തിൽ കോടതിയുടെ നിലപാട് മതവിശ്വാസത്തെ വിലയിരുത്തുന്നതല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ യൂണിഫോം ചട്ടങ്ങൾ പാലിക്കേണ്ടതിനെ കുറിച്ച് ഇവിടെ എടുത്തു പറയുന്ന ഒരു വിധിയുടെ പ്രധാന വശം മാത്രമാണ് എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രയാഗ്രാജിലെ ഒരു സ്വകാര്യ സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിയായാണ് ഇത്തരത്തിൽ യൂണിഫോമിനൊപ്പം തന്നെ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ചത്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ നിഷ്കർഷിക്കുന്ന ഡ്രസ് കോഡ് അത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് മാറ്റാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമില്ല എന്ന നിലപാടാണ് കോടതി ഈ ഹർജി തള്ളിയതോടുകൂടി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ JJ മുനീർ, ഇന്ദ്രജിത് ശുക്ല എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചതും. ശിരോവസ്ത്രം ഇസ്ലാമിലെ നിർബന്ധിത മതാചാരമാണോ എന്ന ചോദ്യവും ഇതിനോടൊപ്പം തന്നെ ഉയർന്നിരുന്നു. മതവിശ്വാസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അച്ചടക്കവും തമ്മിലുള്ള അതിർത്തി എവിടെയാകണം എന്നതാണ് ഇപ്പോൾ പ്രധാന ചർച്ച. ഒരു വിദ്യാർത്ഥിയുടെ മതസ്വാതന്ത്ര്യത്തിന് സംരക്ഷണം നൽകേണ്ടതുണ്ടോ, അതോ സ്ഥാപനത്തിന്റെ പൊതുവായ യൂണിഫോം നയം എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമാകണോ എന്ന ചോദ്യം പോലും പ്രസക്തമാവുന്നുണ്ട്. ഹർജിക്കെതിരെ ഉത്തർപ്രദേശ് സർക്കാരും അതേപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരും CBSEയും കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. യൂണിഫോം സംബന്ധിച്ച് സ്ഥാപനത്തിന്റെ നയം അംഗീകരിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഒവൈസിയുടെ കടുത്ത പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, മതാചാരത്തിന്റെ നിർവചനം കോടതി പരിശോധിക്കേണ്ട വിഷയമാണോ, അതോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതാത് മതവിഭാഗങ്ങൾ തന്നെയാണോ എന്ന ചോദ്യമാണ്. അലഹബാദ് ഹൈക്കോടതിയുടെ പരാമർശത്തിനെതിരെ തന്നെ ഒവൈസി ഉയർത്തിയ ഈ ചോദ്യം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നിയമ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാനും സാധ്യതയുണ്ട്. ഹിജാബ് വിഷയത്തിൽ കോടതി വിധി, ഒവൈസിയുടെ തുറന്ന വിമർശനം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശബരിമലയിലെ മതപരമായ ആചാരങ്ങളെ കുറിച്ചുള്ള വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നും ഒവൈസി ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശബരിമല വിഷയം സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലഹബാദിലെ ജഡ്ജിമാർ ഇങ്ങനെ ഒരു കാര്യത്തിൽ വിധി പറയരുതായിരുന്നു എന്നതാണ് ഒവൈസിയുടെ വിമർശനം. അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് ഭരണഘടനയുടെ 19, 25 അനുച്ഛേദങ്ങൾക്കൊപ്പം തന്നെ അത് വിരുദ്ധമാണ് എന്നും ഒവൈസി പറയുന്നുണ്ട്. ആ പെൺകുട്ടി ഹിജാബ് ധരിക്കുന്നത് അവളുടെ തലയിലാണ്, ചിന്തയിലല്ല. ഈ വിധി പെൺകുട്ടിയുടെ തന്നെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നും ഉത്തർപ്രദേശിൽ സെക്കൻഡറി സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികളുടെ പ്രവേശനം ഏറ്റവും കുറവാണ്. മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടയാനാണ് അവർ കൂടുതലായി തന്നെ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഒവൈസി വിമർശനമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.